എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ മീൻ കറിയുടെ റെസിപ്പി നമ്മൾ കുറച്ചധികം തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എന്താ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഈ മീൻ കറി പ്രായൽ മീൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മീൻ കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇതിനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 കഷ്ണം കുടംപുളി ഞാൻ നന്നായിട്ട് കഴുകി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 വലിയ പ്രായലാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഇതേപോലെ വരഞ്ഞു കൊടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഈ പ്രായൽ മീനിൽ തന്നെയല്ല ദശക്കട്ടിയുള്ള ഏത് മീനിലായാലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും, ഇതിനധികം വേവില്ലാത്ത മീനാണ്. അപ്പോൾ അതാ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ഇതേപോലെ ഏകദേശം വറ്റി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാതെ ഇനി കുറുകിയിരിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ഒന്നാം പാൽ, തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കുന്നുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോവിലേക്ക് വെച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ അവസാനം ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ചാറൊക്കെ കുറുകി നല്ല പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മീൻ കറിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് കുറുകി അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ല റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്